നെറ്റിയിൽ ഭസ്മം, ചുവന്ന പട്ട്, ഒറ്റക്കാലിലെ ചിലമ്പ്, സർപ്പഭണവും ശിവലിംഗവുമുള്ള കിരീടം. ഇതോടെ ഒരു പറയൻ തുള്ളൽ കലാകാരൻ ശിവസങ്കല്പത്തിലേക്ക് രൂപപരിണാമം വരുത്തുന്നു. മറ്റു തുള്ളലുകൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഭവങ്ങൾ വിഷയമായി എടുക്കുമ്പോൾ പറയൻ തുള്ളൽ ഹൈന്ദവ തത്വചിന്തയോടെയാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവ വേദികളിലെ മത്സരാർത്ഥികൾക്ക് പ്രിയം ഓട്ടൻ ശീതങ്കൽ തുള്ളലുകളാണ്. എന്നാൽ കൊല്ലം കടക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൽ അമീൻ തുള്ളൽ വേദി വിട്ടിറങ്ങിയത് ചരിത്രത്തിലേക്ക് കൂടിയാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പറയൻ തുള്ളൽ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചു എന്ന ചരിത്രം. പക്ഷേ അൽ അമീന് ഒന്നുറപ്പാണ്, കലയ്ക്ക് മതവും ജാതിയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മതപരമായിട്ടല്ല, ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള കലയാണെന്ന് ബോധ്യമുണ്ട്. ഒന്നും സമുദായപരമായിട്ടല്ല കാണുന്നത്. കുഞ്ചൻ നമ്പ്യാർ തന്നെ ഉദ്ദേശിച്ചിരുന്നത് ആഗോള സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെയാണ്. അയൽവാസിയും ഡിഗ്രി വിദ്യാർത്ഥിനിയുമായ ദൃശ്യ ഗോപിയാണ് അൽ അമീന്റെ ഗുരു. വേദിക്ക് പിന്നിലും അൽ അമീന് കരുത്തായി ദൃശ്യ കൂട്ടിനുണ്ടായിരുന്നു. ഒരു ഗുരുവും ശിഷ്യനും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരിക്കലും ഒന്നാമത്തെ കാര്യം പെരുമാറിയിട്ടില്ല. എന്നെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ അമ്മ പോയി. അപ്പോൾ ചേച്ചി അനിയനും. മലയാളം പ്രസംഗം ഉപന്യാസ മത്സരങ്ങളിലും എ ഗ്രേഡ് നേടിയാണ് ഈ കൊച്ചുമിടുക്കൻ കലോത്സവ നഗരിയിൽ നിന്ന് മടങ്ങുന്നത്. സുനിൽ ഐസക്, ടീം മീഡിയ.